ഈ സമയം ഹീറോയിൻ കിണറ്റില് ആകെ പേടിച്ച് മഴവെള്ളമൊക്കെ ഒലിച്ച് അതിനകത്ത് കിടപ്പുണ്ട്. അവൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേൾക്കും. ഞാൻ രക്ഷിക്കട്ടോ നിന്നെ, ഞാൻ മാത്രമേ നിന്നെ രക്ഷിക്കാനായിട്ടുള്ളൂ, നിന്നെ ദ്രോഹിച്ചവരെ എല്ലാരെയും ഞാൻ കൊല്ലട്ടോ, നീ എനിക്ക് അനുവാദം തന്നാ മതി. ഇത് പറയുമ്പോൾ ഹീറോയിൻ ആകെ പേടിച്ചു പോകും. ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുമ്പോൾ ഒരു തല കിണറ്റിൽ നിന്ന് പൊങ്ങി വരും, പ്രേതത്തിന്റെ തല. ഹീറോയിൻ ഇത് കണ്ട് നിലവിളിക്കുകയാണ്. ഈ സമയം മറ്റേ പയ്യനാണെങ്കിൽ ഹീറോയിനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അവൻ ഒറ്റയ്ക്കുള്ളൂ. ഒരു ടോർച്ച് ലൈറ്റുമായിട്ട് വന്നപ്പോൾ അവിടെ നിന്നൊരു ചങ്ങലയുടെ ശബ്ദം കേൾക്കും. നോക്കുമ്പോൾ ഹീറോയിൻ നടന്നു പോകുന്നതാണ്. നിക്കി നീ എവിടെ പോകുന്നതാന്ന് ചോദിച്ചിട്ട് ഇവൻ പിന്നാലെ ചെല്ലും. അത് ആ കിണറ്റിന്റെ ഭാഗമാണ് കേട്ടോ. ആ പ്രേതം ചിലപ്പം വഴികാട്ടിയതായിരിക്കാം ഈ പയ്യന് ഹീറോയിൻ ആ കിണറ്റിലുണ്ടെന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം മദർ ബാക്കിയുള്ള പെൺകുട്ടികളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അവരോട് പറയും, ഇനി ഹീറോയിനെ അന്വേഷിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്, അവളെ പിടികൂടുവാണെങ്കിൽ അവൾക്കുള്ള ശിക്ഷ ഞങ്ങൾ കൊടുത്തോളാന്ന് പറഞ്ഞ് എല്ലാരോടും ഭയങ്കര ടെററായിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് ഹീറോയിനെ തൂക്കി പിടിച്ച ആ പയ്യൻ വന്നിട്ടുണ്ട്. അവൾക്കാണെങ്കിൽ നടക്കാനൊന്നും പറ്റുന്നില്ല, കിണറ്റിൽ വീഴുന്നതല്ലേ. ഇത് കാണുമ്പോൾ സീനിയറിനും അതുപോലെ കൂട്ടുകാരിക്കും പേടിയാവുന്നുണ്ട്, അതിലുപരി ദേഷ്യവും വരുന്നുണ്ട്. ഹീറോയിൻ അങ്ങോട്ട് വരുമ്പോൾ കൂട്ടുകാരി ദേഷ്യപ്പെട്ടിട്ട് ഹീറോയിന്റെ അടുത്തോട്ട് ചെല്ലും. നീ എന്തിനാടി ചാടിപ്പോകാൻ നോക്കുന്നത്, നീ വൃത്തികെട്ട സ്ത്രീയാന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹീറോയിൻ പറയും, നീയൊക്കെ കൂടെ എന്നെ കിണറ്റിൽ കൊണ്ട് തള്ളിയിട്ടേന്ന്. ആ പയ്യനെ സപ്പോർട്ട് ചെയ്യും, കാരണം അവളെ കിണറ്റിൽ നിന്നാണല്ലോ കിട്ടിയത്, അതിന്റെ മൂടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് ഹീറോയിന്റെ മുഖത്ത് കൂട്ടുകാരി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഹീറോയിൻ അത് കൊള്ളാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആ പയ്യനാണ് പിടിച്ചു മാറ്റുന്നത് രണ്ടിനെ. ഹീറോയിൻ വടിയുണ്ടാക്കാനൊന്നും പോകുന്നില്ല, അവൾക്ക് അതിനുള്ള ശേഷിയില്ല, ഒരുപാട് ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഭക്ഷണമൊന്നും ഇല്ലാതെ കിണറ്റിൽ കിടന്നില്ലേ. കൂട്ടുകാരി അടി ഉണ്ടാക്കിയിട്ട് സീനിയർ പെൺകുട്ടി അനങ്ങുന്നില്ല. അവള് പേടിച്ച് വിറച്ച് ശ്വാസം വലിച്ച് അവിടെ നിൽക്കുകയാണ്. നല്ല രീതിയിൽ ശ്വാസം വലിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കേൾക്കുന്ന മദർ രണ്ടുപേരുടെ ഭാഗത്ത് നിൽക്കുന്നില്ല. നമുക്ക് ഇതിലൊരു അന്വേഷണം നടത്താം, അന്ന് സത്യം കണ്ടുപിടിക്കുമ്പോൾ ആരാണോ തെറ്റ് ചെയ്തത് അവർക്ക് ശിക്ഷ കൊടുക്കാന്ന് പറയും. മദറിന് നന്നായിട്ട് അറിയാം ഈ പെൺകുട്ടികൾ ഹീറോയിനെ ഉപദ്രവിച്ചതാണെന്ന്. പക്ഷേ മദർ എവരുടെ ഭാഗം നിൽക്കത്തുള്ളൂ, അതങ്ങനാണ്. പിന്നീട് ഹീറോയിനെ പാവപ്പെട്ട പെൺകുട്ടിയാണ് വിളിച്ചിരുത്തി കൈ തുടച്ചു കൊടുക്കുന്നത്. കൈ മാത്രമല്ല ദേഹം മൊത്തം തുടച്ചു കൊടുക്കുന്നുണ്ട്. ദേഹം മൊത്തം രക്തമാണ്, അതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ഹീറോയിൻ ആകെ വിഷമിച്ചിട്ട് പാവപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കും, ഇതിനെല്ലാത്തിനും നീ കൂട്ട് നിന്നിട്ടില്ലേന്ന്. എന്നാൽ അവള് പറയും, നിന്നു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ വഴിയില്ല. നമ്മളെ പോലെ ഒന്നും ചെയ്യാൻ കഴിയാത്ത പെൺകുട്ടികളെ അവരൊരുപാട് ഉപദ്രവിക്കും, അവരുടെ കൂടെ നിൽക്കാനല്ലാതെ വേറെ മാർഗം ഞങ്ങൾക്കില്ല. ഹീറോയിൻ ഇത് കേട്ട് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. പണ്ട് കുട്ടിക്കാലത്ത് ഹീറോയിൻ ഒരു കാട്ടിൽ പോയി കളിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു പാവയുടെ തല അവളുടെ ഉണ്ട്. അവള് കളിച്ച് ആ കാട്ടിൽ കൂടെ നടന്നിട്ട് ആ ആഭിചാര ക്രിയകൾ നടന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ ആണെങ്കിൽ കുറെ അധികം പാവയുടെ ശരീരം കിടപ്പുണ്ട്. ഈ ആഭിചാര ക്രിയ ചെയ്യുന്ന പാവയില്ലേ, അതിനെ പൊട്ടിച്ചളയുന്ന പാവ, അതിലൊരു ശരീരം ആ പെൺകുട്ടി എടുത്തിട്ട് ആ തലയായിട്ട് യോജിപ്പിക്കും. അപ്പൊ തന്നെ ഒരു ശബ്ദം കേൾക്കും, മോളെ ഞാൻ ഇവിടെ ഉണ്ട്, നിനക്കായിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു രൂപം ഇത്തിരി ദൂരെയായിട്ട് പ്രത്യക്ഷപ്പെടും. ഹീറോയിൻ ഇത് കണ്ട് പേടിക്കുന്നൊന്നുമില്ല. അങ്ങനെയാണ് ഹീറോയിന്റെ കൂടെ ആ പ്രേതം കൂടി ചേർന്നത്, അല്ലാതെ ആഭിചാര ക്രിയകൾ ചെയ്യാത്തത് കൊണ്ടല്ല. പിന്നീട് ഹീറോയിൻ അതൊഴി കളിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രണ്ടാൾക്കാർ ഹീറോയിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കും. ഹീറോയിൻ നിലവിളിക്കുമെങ്കിലും അവളുടെ വാ പൊത്തിപ്പിടിക്കും. ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ്. പോകുന്ന വഴിക്ക് തന്നെ ആ സ്ത്രീനെ കാണാനില്ല. ഈ പുരുഷൻ പേടിച്ച് നോക്കുമ്പോൾ മണ്ടേന്ന് ടപ്പാന്ന് പറഞ്ഞ് ഈ ബോഡി വന്ന് വീഴും. മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയതാണ്. പെട്ടെന്ന് തന്നെ ഇവനെയും വലിച്ചെടുത്തോണ്ട് എന്തോ ഒരു ജീവി പോകും. അത് മറ്റാരുമല്ല, ആ പ്രേതം തന്നെയാണ്. രണ്ടിനെയും കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം നാട്ടുകാരെല്ലാരും കൂടെ ഈ കുട്ടീനെ കാണാത്തത് കൊണ്ട് തന്നെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവര് വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഈ രണ്ട് മൃതശരീരത്തിന്റെ അടുത്ത് ഈ പെൺകുട്ടി ഇരുന്ന് കളിക്കുന്നതാണ് കാണുന്നത്. ഈ പെൺകുട്ടി മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിനാണ്. ഈ കാര്യമെല്ലാം ഹീറോയിൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അവള് പാവപ്പെട്ട പെൺകുട്ടിയോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. അതിനർത്ഥം വേറൊന്നുമല്ല, ഹീറോയിനെ ഉപദ്രവിച്ച എല്ലാരെയും ആ പ്രേതം കൊല്ലുമെന്നാണ്. ഹീറോയിനെ നന്നായിട്ട് അറിയാം ആ പ്രേതം ഈ പെൺകുട്ടികളെ കൊന്നു കളയുമെന്ന്. കാരണം ഹീറോയിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അന്ന് രാത്രി ഹീറോയിന്റെ മുഖത്തടിച്ച ആ കൂട്ടുകാരി പെൺകുട്ടിയില്ലേ, അവള് കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ കഴുത്തിൽ ആരോ കുത്തിപ്പിടിയുന്നുണ്ട്. ഒരു അദൃശ്യ ശക്തി അവൾ ആകാശത്തോട്ട് എടുത്ത് പൊക്കും. അവളെ ഞെരിച്ച് ഉടച്ച് കൊന്നു കളയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹീറോയിൻ മാറി നിൽപ്പുണ്ട്. അവൾക്ക് നല്ല ദേഷ്യമുണ്ട് അവളോട്. അതുകൊണ്ട് തന്നെ അവൾ പ്രതികരിക്കുന്നൊന്നുമില്ല. പിറ്റേ ദിവസം സീനിയർ പെൺകുട്ടി കിടന്നുറങ്ങുമ്പോൾ ബാക്കിയുള്ള പെൺകുട്ടികൾ വന്ന് ആ പെൺകുട്ടീനെ വിളിക്കും. ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ കൂടെ വാന്ന്. ഇവളുടെ അടുത്ത് കാര്യം പറയാതെ ഇവളെ വിളിച്ചുകൊണ്ട് ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, കൂട്ടുകാരി പെൺകുട്ടി മൃഗീയമായിട്ട് അവളുടെ കുടൽമാല എല്ലാം എടുത്ത് പുറത്തിട്ട രീതിയിൽ കൊന്നിട്ടേക്കാണ്. ഇത് കാണുന്ന സീനിയറിന് സഹിക്കാൻ പറ്റുന്നില്ല. അവള് ചെന്ന് ആ മൃതദേഹത്തിനെ തൊട്ട് നോക്കാണ്. അവിടെ ഇരുന്ന് കരയാണ്. ആ സമയം മദർ അങ്ങോട്ട് വന്നിട്ട് ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാതെ ഒരു ഇമോഷൻ ഇല്ലാതെ ബാക്കിയുള്ള പെൺകുട്ടികളോട് ഈ ബോഡി മറവ് ചെയ്യാൻ പറയും. മദർ പോയതിനു ശേഷം സീനിയറിന് ഒരുപാട് ദേഷ്യവും. ഇതിനെല്ലാം കാരണം ഹീറോയിൻ ആണെന്ന് പറയും. ഹീറോയിൻ അവിടെ മാറി നിൽപ്പുണ്ട് കേട്ടോ. ഈ ഹീറോയിനെ കണ്ട ഉടനെ ബാക്കിയുള്ള പെൺകുട്ടികൾ മാറി നിൽക്കും. കാരണം ഹീറോയിനുമായിട്ട് വഴക്കിന് പോയാൽ എന്തെങ്കിലും പ്രശ്നമായാലോ. സീനിയർ പെൺകുട്ടി ഹീറോയിന്റെ അടുത്തോട്ട് ചെല്ലും. അവൾ അടിക്കാനായിട്ട് പോകും. ഹീറോയിൻ വിളിച്ച് പറയും, ധൈര്യം ഉണ്ടെങ്കിൽ അടിയടി, നിനക്കുള്ള പണി കിട്ടുമെന്ന്. സീനിയർ പെൺകുട്ടിക്ക് നന്നായിട്ട് അറിയാം അടിച്ചാല് പണി കിട്ടുമെന്ന്. ഹീറോയിൻ ഇപ്പോൾ ഒരു വില്ലത്തിയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഹീറോയിൻ കാരണമാണ്, ഹീറോയിനെ ഉപദ്രവിച്ചത് കൊണ്ടാണ് ആ പെൺകുട്ടി മരിച്ചു പോയത്. മരിച്ചതല്ല, കൊലപ്പെടുത്തിയതാണ്. ഇതിനുശേഷം ബോഡിയൊക്കെ മറവ് ചെയ്തിട്ട് ബാക്കിയുള്ള പെൺകുട്ടികൾ
പെൺകുട്ടികളും സീനിയർ പെൺകുട്ടിയും ഒരു റൂമിൽ മാറിയിരുന്ന് പേടിച്ച് കരയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഈ നേരം ഹീറോയിനെയും ആ പയ്യനെയും മദർ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മദർ ഹീറോയിനോട് പറയും, ഇനി നീ ഐലൻഡിലോട്ട് വരാൻ പാടില്ല, ഞങ്ങൾക്ക് നിന്നെ നോക്കാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കോണമെന്ന്. കൂടെ തന്നെ ആ പയ്യനുണ്ട്. ആ പയ്യനെ അവിടെ നിന്ന് പറഞ്ഞുവിടും ഹീറോയിനെ തിരിച്ചു കൊണ്ടാക്കാനായിട്ട്. ഇടിയും മിന്നലും മാറുന്നവരെയൊന്നും കാത്തു നിൽക്കേണ്ട, അതിന് മുമ്പ് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. അതല്ല, അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അവിടെ തന്നെ പെട്രോളും മണ്ണെണ്ണയൊക്കെ ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ലൈറ്റ് ഹൗസ് ഓൺ ആക്കിയിട്ട് ഈ ഐലൻഡിന്റെ പുറത്തുള്ള ആൾക്കാരെ വിവരം അറിയിച്ചിട്ട് ഇങ്ങോട്ട് ബോട്ട് അയക്കാനാണ് പ്ലാൻ. പക്ഷെ അത് നടക്കുമെന്ന് അറിയത്തില്ല. ഇപ്പൊ ഹീറോയിൻ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണമെന്ന് പറയും. ഈ സമയം ബാക്കിയുള്ള പെൺകുട്ടികൾ, സീനിയർ പെൺകുട്ടിയും ബാക്കിയുള്ള പെൺകുട്ടികളും കൂടെ പ്ലാൻ ഇടും, ഹീറോയിൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവർക്ക് അറിയണം. ഓരോ ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോഴും ഒരു ന്യൂസ് പേപ്പർ കൊണ്ടുവരാറുണ്ട്, അവർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഉള്ളൊരു ന്യൂസ് പേപ്പർ. അത് തപ്പാനായിട്ട് അവർ ചെല്ലും. സീനിയർ പെൺകുട്ടിയും അവരും ചെന്ന ന്യൂസ് പേപ്പർ കണ്ടുപിടിക്കും. നോക്കുമ്പോൾ വേറൊന്നുമല്ല, ഒരു കൂട്ടക്കൊലയാണ്. എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. അതിൽ ബാക്കി വന്നത് ഹീറോയിനാണ്. എല്ലാരും കരുതിയത് ഹീറോയിനാണ് ബാക്കിയുള്ള ആൾക്കാരെല്ലാരും കൊന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഹീറോയിനെ ഈ ജയിലിലോട്ട് കൊണ്ടുവന്നത്. ഇത് കണ്ട് അവര് ഞെട്ടുന്നുണ്ട്. അതേപോലെ ആ പയ്യനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഹീറോയിനോട് ചോദിക്കും ആ സിസ്റ്റർ, അതായത് മദർ ചോദിക്കും, നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്, നിനക്ക് ആ മരണമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്. ഏകദേശം 30 ആൾക്കാർ മരിച്ചിട്ടുണ്ട്, മൃഗീയമായിട്ടുള്ള കൊലയാണ്. ഇനിയിപ്പോ ഹീറോയിനെ 30 ആൾക്കാർ ഉപദ്രവിച്ചു കാണുമോ അറിയാൻ പാടില്ല. ഹീറോയിൻ പറഞ്ഞു കൊടുക്കും, ഞാൻ വിചാരിച്ചു എന്റെ മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം എനിക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. എന്നാൽ എനിക്ക് അവിടെ നല്ലൊരു ജീവിതം കിട്ടിയില്ല. പിന്നീട് എന്നെ ഇങ്ങോട്ട് മാറ്റി. ഇവിടെ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല. ഇങ്ങനെയുള്ള വൃത്തികെട്ട മനുഷ്യന്മാർ ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല. ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്ന മനുഷ്യരുണ്ടാവാൻ പാടില്ല. ഇത് കേൾക്കുന്ന സിസ്റ്റർ ചാടി എണീക്കും. നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചിട്ട് ഹീറോയിൻ പറയും, നിങ്ങൾ മനഃപൂർവ്വം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ? ഇത്രയും പേര് എന്നെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് നിന്നതേ ഉള്ളൂ. അവരെ നിങ്ങളാണ് വഷളാക്കുന്നത്. നിങ്ങൾക്ക് അതിലാണോ സന്തോഷം കിട്ടുന്നതെന്ന് ഹീറോയിൻ തിരിച്ചു ചോദിക്കും. മദറിനൊരു പേടി ഹീറോയിനുമായിട്ട് എതിർത്ത് നിൽക്കാന്. ഇനിയിപ്പോ പ്രേതം വന്ന് മദറിനെ ഉപദ്രവിച്ചാലോ? ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യമാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് മദർ ഹീറോയിനെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. കട്ട് ചെയ്താൽ സീനിയർ പെൺകുട്ടി ഈ വിവരം മനസ്സിലാക്കിയിട്ട് നേരെ പോയി ആ പയ്യനെ കാണും. ആ പയ്യൻ ഇവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അവനെ ചെന്ന് പിടിക്കും. നീ പോവല്ലേ, അവളുടെ കൂടെ പോവല്ലേ, അവൾ അപകടകാരിയാണ്, അവൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇതൊന്നും മൈൻഡ് ആക്കാനായിട്ട് താല്പര്യമില്ല. കാരണം ഈ സീനിയർ ഹീറോയിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ പറയും, ഞാൻ പോവാണ്, ഇനി എന്നോട് ഇങ്ങോട്ട് തിരിച്ചു വരണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നമുക്കിനി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. ആ പെൺകുട്ടി പറയുന്നതൊന്നും അവൻ കേൾക്കുന്നില്ല. കട്ട് ചെയ്താൽ ഒരു 3 വർഷം മുമ്പുള്ള കാര്യമാണ് നമ്മളെ കാണിക്കുന്നത്. ഈ പെൺകുട്ടി ആദ്യമായിട്ട് ഈ സ്ഥലത്തോട്ട് വന്നില്ലേ, ആ സമയം മദർ ഈ പെൺകുട്ടീനെ ഒരുപാട് തല്ലിയിട്ടുണ്ടായിരുന്നു. എവൾ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തല്ലിയത്. ഈ പെൺകുട്ടിയുടെ മദർ പറയും, നിന്നെ ഞാൻ ഇനി ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നിന്നെ ഞാൻ പീഡിപ്പിക്കാനോ ഒന്നിനും നിൽക്കത്തില്ല. പക്ഷെ നീ എനിക്കൊരു കാര്യം ചെയ്യണം, ഇവിടെ വരുന്ന പെൺകുട്ടികളെ എല്ലാവരെയും നിലയ്ക്ക് നിർത്തണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്തു തരാം, നിന്റെ ശിക്ഷ കാലാവധി ഞാൻ കുറച്ചു തരാം. അതിന് ഈ പെൺകുട്ടി സമ്മതിക്കും. അങ്ങനെയാണ് ഈ പെൺകുട്ടി ബാക്കിയുള്ള പെൺകുട്ടികളെ ഉപദ്രവിക്കാനായിട്ടും അവരെ നിലയ്ക്ക് നിർത്താനായിട്ടും തുടങ്ങിയത്. അതുകൊണ്ടാണ് മദർ ഒന്നിനും പ്രതികരിക്കാത്തത്. മനസ്സിലായോ? ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് സീനിയർ പെൺകുട്ടി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. അവൾ കിടന്നുറങ്ങിയ റൂമിൽ ആരുമില്ല, വേറെ ആരെയും കാണാനില്ല. അവിടെ ഒരു ടോർച്ച് ഇരിപ്പുണ്ട്. ആ ടോർച്ച് എടുത്ത് പതിയെ പുറത്തോട്ടിറങ്ങി നടക്കും വരാന്തയിൽ കൂടെ. പെട്ടെന്ന് തന്നെ ഒരു ഡോർ ഓപ്പൺ ആവും. ആ ഡോറിന്റെ അപ്പുറത്ത് ഒരു രൂപം. ആ രൂപം അങ്ങനെ നടന്നു പോവാണ് പാട്ടൊക്കെ പാടിയിട്ട്. പെട്ടെന്ന് തന്നെ അതിന്റെ തല വലിഞ്ഞു കീറും. അത് ആ ബോഡി മണ്ടയിലോട്ട് പൊങ്ങിയിട്ട് തല വലിഞ്ഞു കീറും. ആ തല തറയിൽ വന്ന് വീഴും. ഡോറും അടയും. ഇത് കണ്ടിട്ട് ഈ പെൺകുട്ടി ഒരുപാട് പേടിച്ച് കരയുന്നുണ്ട്. കണ്ണീന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അവള് പതിയെ പതിയെ ആ റൂമിലോട്ട് കയറും. ആ പെൺകുട്ടികൾ കിടന്നുറങ്ങുന്ന റൂമാണ്. ആ റൂമിൽ കയറി നോക്കുമ്പോൾ എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്, മൃഗീയമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ആകെ പേടിച്ച് അവള് പുറത്തോട്ടിറങ്ങി ഓടും. ചെന്ന് നോക്കുമ്പോഴാവട്ടെ അവിടെ മൊത്തം ചുമന്ന അന്തരീക്ഷമാണ്. അവൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യൻ ജീവനോടെ കാണും. അവൻ എന്തായി കാണുമെന്ന് വിചാരിച്ച് ആ ലൈറ്റ് ഹൗസിലോട്ട് ഓടും. അവിടെ ചെല്ലുമ്പോൾ അവനെ കാണാനില്ല. അതിന്റെ അകത്ത് മൊത്തം പേടിച്ച് പരതി നടക്കും. പക്ഷെ അവൻ പുറത്തുനിന്ന് അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. അവനെ കണ്ട ഉടനെ സന്തോഷപ്പെട്ട് നീ എവിടെ പോയതാന്ന് പറഞ്ഞ് അവന്റെ അടുത്തോട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കൈ അവന്റെ വയറും തുളച്ച് പുറത്തോട്ട് വരും. ഇത് കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതും കണ്ടാണ് അവൾ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. ഇത്രയും നേരം കണ്ടത് അവളുടെ സ്വപ്നം മാത്രമായിരുന്നു. ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം ചുറ്റും കൂടി നിൽപ്പുണ്ട്. അവരൊക്കെ വന്ന് ഈ പെൺകുട്ടീനെ സമാധാനപ്പെടുത്തും. അതിലെല്ലാ പെൺകുട്ടികളൊന്നും വരുന്നില്ല. എല്ലാ പെൺകുട്ടികളും ഈ പെൺകുട്ടി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ആ വൈരാഗ്യമുണ്ട്. സീനിയർ പെൺകുട്ടി പേടിച്ചിട്ട് പറയും, നമ്മളെല്ലാരും അവള് കൊല്ലും. അതിലൊരു പെൺകുട്ടി വിളിച്ചു പറയും, ഞങ്ങളെയൊന്നും കൊല്ലൂല, നിന്നെ കൊല്ലത്തോളൂ, കാരണം നീയാണ് ഹീറോയിനെ ഉപദ്രവിച്ചതെന്ന്. കട്ട് ചെയ്താൽ മദറിനെ കാണിക്കുമ്പോൾ മദർ ഹീറോയിന്റെ ഫയൽ പരിശോധിക്കുന്നുണ്ട്. അവള് സാധാരണക്കാരിയല്ല എന്ന് മദറിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരു കത്തി എടുത്തിട്ട് നേരെ ഹീറോയിന്റെ റൂമിൽ ചെല്ലും. അവള് കിടന്നുറങ്ങുന്നുണ്ട്. ഈ മദർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ കത്തി എടുത്ത് ആ കട്ടിലിൽ തുരുതുരാ കൊത്തും. രക്തം ചീറ്റി പോകുന്നുണ്ട്. അതിനർത്ഥം അവള് മരിച്ചു എന്നാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മദർ അവരുടെ റൂമിൽ തിരിച്ചു വരും. ഒന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഹീറോയിൻ അവിടെ ജീവനോടെ നിപ്പുണ്ട്. അപ്പൊ അവിടെ മരിച്ചതാരാ അറിയാൻ പാടില്ല. ഹീറോയിൻ ചോദിക്കും, എന്നെ സംരക്ഷിക്കേണ്ട ആള് തന്നെ ഇങ്ങനെയാണോ ചെയ്യുന്നത്? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എന്നെ ഉപദ്രവിച്ച ആരെയും എന്റെ അമ്മ വെറുതെ വിട്ടിട്ടില്ല, എല്ലാരെയും കൊന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗതി വരണോ? ഇതും പറഞ്ഞിട്ട് അവൾ അടുത്തോട്ട്
ചെല്ലും. മദർ വെറുതെ വിടത്തില്ല, കത്തിക്ക് അവളെ വീണ്ടും കുത്താനായിട്ട് നോക്കും. അവള് പിടിച്ചു വെക്കും അവളുടെ കൈ കൊണ്ടിട്ട്. മദർ വീണ്ടും കുത്താനായിട്ട് നോക്കുമ്പോൾ നടക്കുന്നില്ല. മദറിനോട് പറയും, എനിക്ക് വേണ്ടി എന്റെ അമ്മ നിങ്ങളോട് പ്രതികാരം ചെയ്യുമെന്ന്. ഇതും പറഞ്ഞിട്ട് അവൾ ആ കത്തിയിൽ അമർത്തും. കുറെ അധികം ചോര അവളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, കൈ മുറിഞ്ഞിട്ട്. പിന്നീട് എന്താ നടക്കുക? പ്രേതമൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ല. ആ മദർ തന്നെ ആ കത്തി എടുത്തിട്ട് കണ്ണിലും വായിലും മൂക്കിലും എല്ലാം കുത്തുന്നുണ്ട്. മൃഗീയായിട്ട് അവർ സ്വന്തമായിട്ട് കുത്തിച്ചത്തു. വേറൊന്നുമല്ല, പ്രേതം മനഃപൂർവ്വം അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള പെൺകുട്ടികൾ, പാവപ്പെട്ട പെൺകുട്ടി, സീനിയർ പെൺകുട്ടി, അവരുടെ വേറൊരു കൂട്ടുകാരി, ഇവര് വന്ന് മദറിന്റെ റൂമിൽ നോക്കും. മദർ മരണപ്പെട്ടു. മദറിന്റെ റൂമിൽ ഒരു ഫയൽ ഇരിപ്പുണ്ട്. ആ ഫയല് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും കുറച്ച് പെൺകുട്ടികളെ ഈ ഐലൻഡിൽ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നോക്കി നടത്താനായിട്ട് അതിനകത്ത് തന്നെ പാവപ്പെട്ട പെൺകുട്ടി, സീനിയർ പെൺകുട്ടി, പിന്നെ വേറെ കുറച്ച് പെൺകുട്ടികളുണ്ട്. ഇവരുടെ ശിക്ഷാ കാലാവധി കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളതല്ലായിരുന്നു, എന്നാൽ കുറച്ച് കൊടുത്തിട്ടില്ല. പകരം ഇവർക്ക് നീട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹീറോയിൻ കൊലയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവളുടെ ഫയൽ എടുത്ത് കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും കാണാതിരിക്കാനായിട്ട്. പിന്നീട് ഈ പെൺകുട്ടികൾ നേരെ ഹീറോയിനെ ചെന്ന് നോക്കും. അവളുടെ കട്ടിൽ ചെന്ന് നോക്കുമ്പോൾ രക്തമൊന്നുമില്ല, പകരം തലേണയെല്ലാം കുത്തിക്കീറി വെച്ചേക്കാണ്. നേരത്തെ പ്രേതം മദറിനെ അങ്ങനെ തോന്നിപ്പിച്ചതാണ്. കട്ട് ചെയ്താൽ നമ്മുടെ പയ്യനെ കാണിക്കുമ്പോൾ അവൻ ലൈറ്റ് ഹൗസിൽ ഇരുന്നിട്ട് പുറത്തുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഷിപ്പ് പറഞ്ഞു വിടാനായിട്ട്. എന്നാൽ അതിൽ നിന്ന് കരകരപ്പ് മാത്രമേ കേൾക്കുന്നുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ എല്ലാരെയും കൊല്ലും, എല്ലാരെയും കൊല്ലട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അവൻ പേടിച്ചിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാളെ വിളിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിനാണ്. ഹീറോയിൻ അകത്തോട്ട് കയറി വരും. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളുടെ കൈ കാണിച്ചിട്ട് ആ പെൺകുട്ടികൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറയും. അവൻ അവളെ ഒരു സൈഡിൽ വിളിച്ചിരുത്തി അവളുടെ കൈ കെട്ടാനായിട്ട് ഒരു തോർത്ത് കൊടുക്കുന്നുണ്ട്. അവൻ പതിയെ തിരിഞ്ഞ് മരുന്നെടുക്കാനായിട്ട് പോകുമ്പോൾ അവൻ എന്താ കാണുന്നതെന്നറിയാമോ? കണ്ണാടി വഴി അവളുടെ പിന്നിലായിട്ട് ഒരു പ്രേതം അവളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. അവൻ ഒരുപാട് പേടിച്ചു പോകുന്നുണ്ട് ഇത് കണ്ടിട്ട്. ഈ നേരം ഇവിടെ ആ പെൺകുട്ടികളാണെങ്കിൽ ഹീറോയിന്റെ പാവ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. കൈവച്ച് പൊട്ടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, അത് പൊട്ടുന്നില്ല. ഇത് പൊട്ടിക്കാനായിട്ട് നോക്കുമ്പോൾ കുറെ അധികം നിലവിളിയും കാറ്റ് ശബ്ദം, കാറ്റും അതുവഴി വീശിക്കൊണ്ട് പോകുന്നുണ്ട്. എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കല്ലെടുത്ത് അതിനെ പൊട്ടിക്കാൻ നോക്കും, നടക്കുന്നില്ല. ഒരു പ്ലേറ്റിൽ തീ കത്തിച്ചിട്ടിട്ട് അതിനെ നശിപ്പിക്കാൻ നോക്കും, നടക്കുന്നില്ല. ആ സമയം അങ്ങോട്ട് ആ പയ്യനൂടെ കയറി വരും. പയ്യൻ നമ്മുടെ ഹീറോയിന്റെ പിന്നാലെ പ്രേതം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോയിനെ ലൈറ്റ് ഹൗസിൽ പൂട്ടിയിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. സീനിയറിന് മനസ്സിലായി, പയ്യന് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഹീറോയിന്റെ പിന്നാലെ പ്രേതം ഉണ്ടെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിൽക്കാനാ പയ്യൻ വന്നേന്ന്. പയ്യൻ വന്നിട്ട് എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ നിൽക്കും. ആ സമയം ഹീറോയിനൂടെ അങ്ങോട്ട് വരും. അവളെങ്ങനെ പൂട്ടൊക്കെ പൊട്ടിച്ചിട്ടാണ് അങ്ങോട്ട് വന്നേക്കുന്നത്. അവള് പറയും, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇവരെല്ലാം എന്നെ ഉപദ്രവിച്ചവരാണ്, ഇവരെല്ലാം മരിക്കേണ്ടവരാണ്. എന്നെ ഉപദ്രവിച്ചിട്ട് ആരും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇവർ ഉപദ്രവിച്ചപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു, ആരും മൈൻഡ് ചെയ്തില്ല. ഞാൻ തിരിച്ചു ഉപദ്രവിച്ചപ്പോഴാണോ പ്രശ്നം വരുന്നത്? ഇത് പറഞ്ഞ് അവള് മുമ്പിലോട്ട് നടന്നു വരുവാണ്. എല്ലാരും പേടിച്ച് നിൽക്കുന്ന കൂട്ടത്തില് അതിലൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി അറിയാതെ കയ്യിലിരുന്ന ഒരു ഗ്ലാസ് എടുത്ത് അവളുടെ തലയിലോട്ട് എറിയും. അവളുടെ തല പൊട്ടി ചോര വരുന്നുണ്ട്. പിന്നീട് എന്താ നടക്കുക? പെട്ടെന്ന് തന്നെ ഇവൾ ആകാശത്തോട്ട് പൊന്തി പോവും. അതുമല്ല, അവളുടെ കഴുത്ത് പിച്ച് അവളെ കൊന്ന് തറയിലിടും. മറ്റാരുമല്ല, പ്രേതം തന്നെയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിപ്പില്ലേ, അവര് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. എല്ലാരും പല വഴിക്ക് ഓടിപ്പോയി. പയ്യനും സീനിയറും കൂടെ ഒരു സ്ഥലത്തോട്ട് ഓടി വന്നിട്ടുണ്ട്. ആ ലൈറ്റ് ഹൗസിന്റെ അടുത്താണ്. അവളോട് റൂമിൽ പോയി ഒളിച്ചിരിക്കാൻ പറയും, പ്രേതം പിടിക്കാതെ. ഈ പയ്യനാണെങ്കിൽ ലൈറ്റ് ഹൗസ് ഓൺ ആക്കാനായിട്ട് പോകും. കാരണം ലൈറ്റ് അടിച്ചാൽ ആരെങ്കിലും ഇങ്ങോട്ട് വരും, ഐലൻഡിലോട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട്. ആ ലൈറ്റിന്റെ അർത്ഥം തന്നെ അതാണ്, ചിപ്പ് വരാനായിട്ട് കൊടുക്കുന്ന ഒരു സിഗ്നൽ ആണ്. പക്ഷേ ലൈറ്റ് ഹൗസ് ഓൺ ആക്കണം. പെൺകുട്ടി അകത്ത് കയറി നോക്കുമ്പോൾ, സീനിയർ പെൺകുട്ടി അകത്ത് കയറി നോക്കുമ്പോൾ പാവപ്പെട്ട പെൺകുട്ടി പേടിച്ച് അതിനകത്ത് മയങ്ങി കിടപ്പുണ്ട്. അവളെ ചെന്ന് വിളിച്ചെണീപ്പിക്കും. എന്താ പറ്റിയ? ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു? പക്ഷെ അവൾക്ക് അതൊന്നും അറിയത്തില്ല. എനിക്ക് പേടിയാ, നമ്മളെല്ലാരും മരണപ്പെട്ടു പോകുമെന്ന് ചോദിക്കും. ഈ നേരം പയ്യൻ ലൈറ്റ് ഹൗസിന്റെ അകത്ത് കയറിയിട്ട് അത് സ്റ്റാർട്ട് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. ജനറേറ്റർ വഴിയാണ് അത് പ്രവർത്തിപ്പിക്കുന്നത്. കുറെ നേരം ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. അവൻ അതിനെ ഇട്ട് ചവിട്ടയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയോ അത് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അങ്ങനെ ലൈറ്റ് ഹൗസ് ഓൺ ആവുന്നുണ്ട്. ലൈറ്റ് ചുറ്റിനും കറങ്ങുകയാണ്. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഷിപ്പ് ഈ ഐലൻഡിലോട്ട് വരുമായിരിക്കും, അറിയാൻ പാടില്ല. കട്ട് ചെയ്താൽ വീണ്ടും സീനിയറിനെയും പാവപ്പെട്ട പെൺകുട്ടീനെയും കാണിക്കുമ്പോൾ അവരവിടെ നിൽക്കുമ്പോൾ ഡോറൊക്കെ അടിച്ചു പൊളിച്ച് ഹീറോയിൻ അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. ഹീറോയിൻ പറയും, നീയൊക്കെ ചാവണ്ടവരാണെന്ന്. പെട്ടെന്ന് തന്നെ പാവപ്പെട്ട പെൺകുട്ടി സൈഡ് മാറും. ഇത്രയും നേരം സീനിയർ പെൺകുട്ടിയുടെ സൈഡായിരുന്നെങ്കിൽ ഹീറോയിന്റെ അടുത്ത് എന്നിട്ട് പറയും, ഞാൻ പാവപ്പെട്ട പെൺകുട്ടിയാണ്, ഞാൻ നിന്നെ ഉപദ്രവിക്കാനായിട്ട് നോക്കിയിട്ടില്ല, എന്നെ കൊണ്ട് മനഃപൂർവ്വം സീനിയർ പെൺകുട്ടി അങ്ങനെ ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഹീറോയിൻ അതിന് അനുവദിക്കുന്നുണ്ട്. ആ പെൺകുട്ടീനെ ഒന്നും ചെയ്യുന്നില്ല. ഹീറോയിൻ ഒരു കത്തി എടുത്തിട്ട് സീനിയർ പെൺകുട്ടീനെ കുത്താനായിട്ട് പോകുമ്പോൾ സീനിയർ പെൺകുട്ടിക്ക് ആരോഗ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ തള്ളി കട്ടിലിടും. അവളെ ഉപദ്രവിക്കാനായിട്ട് നോക്കുമ്പോൾ എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ട് നീ എന്റെ കുട്ടീനെ ഉപദ്രവിക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് പ്രേതം അവളെ തള്ളി ദൂരോട്ട് തെറിപ്പിക്കും സീനിയർ പെൺകുട്ടീനെ. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പയ്യനൂടെ ഓടി വന്നിട്ടുണ്ട്. പയ്യൻ വന്നിട്ട് ഹീറോയിനെ സമാധാനപ്പെടുത്താനായിട്ട് നോക്കും, സീനിയർ പെൺകുട്ടീനെ മാറ്റി പിടിച്ചിട്ട്. എന്നാൽ ഹീറോയിൻ സമാധാനപ്പെടുന്നില്ല. പകരം ഒരുമിച്ച് ചാവടാന്ന് പറഞ്ഞിട്ട് കത്തി എടുത്ത് അവന്റെ വയറ്റിൽ 3-4 കുത്തും. അവൻ അവിടെ തന്നെ മരിച്ചു വീഴുന്നുണ്ട്. പിന്നെ അവളുടെ വെറി അടങ്ങുന്നില്ല. ഹീറോയിൻ കത്തി എടുത്ത് കുത്താനായിട്ട് അവളുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. ഇവരെല്ലാം ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. ആ റൂമിലല്ല, ലൈറ്റ്
ഹൗസിന്റെ ഏറ്റവും ടോപ്പിലാണ്. ഹീറോയിൻ ഒറ്റ കുത്താണ്. പക്ഷേ ഇവർ രണ്ടുപേരും ആ പാലത്തിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. തടിപ്പാലമാണ്. അത് പൊളിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ താഴെ ചെന്ന് വീഴും. പിറ്റേ ദിവസം സീനിയർ പെൺകുട്ടി കണ്ണ് തുറക്കും. ആ ഐലൻഡിൽ തന്നെയാണ്. അവളുടെ ദേഹത്തെല്ലാം മുറിവ് പറ്റിയിട്ടുണ്ട്. അവള് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നടന്നു പോകാൻ നേരത്ത് ഹീറോയിൻ അടുത്തോട്ട് വരും. ഈ ചാവണ്ടവളാടി എന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ടിയ കുപ്പിയായിട്ട് അവളെ കുത്താനായിട്ട് ചെല്ലും. എന്നാലും നടക്കുന്നില്ല. അവളുടെ കഴുത്തൊക്കെ ഞെരിച്ച് നോക്കുന്നുണ്ട് സീനിയർ പെൺകുട്ടിയുടെ അടുത്ത് ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊന്നിട്ട് പുറത്തു പോയി നല്ലൊരു ജീവിതം ജീവിക്കുമെന്ന്. പെട്ടെന്ന് തന്നെ സീനിയർ പെൺകുട്ടിക്ക് ദേഷ്യം വന്നിട്ട് അവളെ മറിച്ചിടും. ആ ഒരു കുപ്പി എടുത്തിട്ട് ഹീറോയിനെ കുത്താനായിട്ട് നോക്കും. എന്നാൽ സീനിയർ പെൺകുട്ടി മോശപ്പെട്ട ഒരു പെൺകുട്ടിയാണെങ്കിലും അവളെ കൊണ്ട് ഒരാളെ കൊല്ലാനായിട്ടൊന്നും കഴിയില്ല. അവൾ കുത്തില്ല. ആ സമയം ഷിപ്പിന്റെ ശബ്ദം കേൾക്കും. അതായത് ഈ ഐലൻഡിലോട്ട് ആരോ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സീനിയർ പെൺകുട്ടി ഹീറോയിനെ ഉപദ്രവിക്കാതെ മാറിപ്പോവാണ്. ആ കുപ്പിച്ചില്ലും തറയിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അവൾക്ക് രക്ഷപ്പെട്ട് ഇവിടെ നിന്ന് പോവാലോ, അതുകൊണ്ടാണ്. എന്നാൽ ഹീറോയിൻ വിടില്ല. നീ മരിക്കേണ്ടവളാണ്. എന്റെ അമ്മ നിന്നെ വെറുതെ വിടത്തില്ല. നിനക്കുള്ള പണി ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ആ ഒരു കുപ്പിച്ചില്ലെടുത്ത് ഹീറോയിന്റെ കഴുത്തിൽ തന്നെ കുത്തിയിറക്കും. അവള് മരിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അമ്മ വന്നിട്ട് സീനിയർ പെൺകുട്ടീനെ കൊല്ലോ അറിയാൻ പാടില്ല. പെട്ടെന്ന് തന്നെ അവളുടെ പ്രേത അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. ഹീറോയിന്റെ പിന്നിൽ വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട്. അവള് ഭയങ്കര അഹങ്കാരത്തോടു കൂടി സീനിയർ പെൺകുട്ടിയോട് പറയും, നിന്റെ കാര്യത്തിൽ തീരുമാനമായിടിന്ന്. എന്നാൽ ഈ അമ്മ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഹീറോയിൻ തന്നെ അവളുടെ ദേഹത്തിന് കുത്തി മുറിവേൽപ്പിച്ചല്ലേ. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ കഴുത്ത് ഞെരിച്ചിട്ട് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിനക്ക് നല്ലൊരു ജീവിതം തരാന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ വലിച്ചുകൊണ്ട് ആ പ്രേതം മണ്ണിന്റെ അടിയിലോട്ട് താഴ്ന്നു പോവാണ്. ഹീറോയിൻ ആണല്ലോ അവളുടെ ദേഹത്തിന് കുത്തി നോവിക്കാനായിട്ട് നോക്കിയത്. അതുകൊണ്ടാണ് അങ്ങനെ നടന്നത്. സീനിയർ പെൺകുട്ടി ആകെ കിള്ളി പാറി അവിടെ ഇരിപ്പുണ്ട്. പിറ്റേ ദിവസം രാവിലെ കോസ്റ്റ് ഗാർഡ്സ് ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലൈറ്റ് കത്തിയില്ലായിരുന്നു. അത് അന്വേഷിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. വന്ന് നോക്കുമ്പോൾ സീനിയർ പെൺകുട്ടി ആ പയ്യനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് കരയുന്നതായിട്ടാണ് അവർ കാണുന്നത്. ബാക്കിയുള്ള കോസ്റ്റ് ഗാർഡ്സ് ഒക്കെ പരിശോധിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ 2 ബോഡി മരിച്ചു കിടപ്പുണ്ട്. മദർ മരിച്ചു കിടപ്പുണ്ട്. പിന്നെ വേറെ കുറച്ച് ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട്. എല്ലാരും മൂർച്ചയുള്ള ആയുധം വെച്ച് കുത്തി മരിച്ച നിലയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടീനെയാണ് സംശയം. ഈ പെൺകുട്ടിയുടെ ഒരു കത്തി ഉണ്ടല്ലോ, ആ കത്തി പിടിച്ചിട്ടാണ് അവൾ അവിടെ ഇരുന്നത്. ഈ പെൺകുട്ടിക്ക് ഈ മരണമായിട്ട് എന്തോ ബന്ധമുണ്ട്, അല്ലെങ്കിൽ എവളാണ് ചെയ്തതെന്ന് പറഞ്ഞ് കോസ്റ്റ് ഗാർഡ്സ് അവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള കോസ്റ്റ് ഗാർഡ്സ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും. ഈ പെൺകുട്ടി വിളിച്ചു പറയുന്നുണ്ട് പാവപ്പെട്ട പെൺകുട്ടിയോട്, ഒന്ന് പറയടി, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാം ഹീറോയിൻ ആണ് ചെയ്തതെന്ന്. എന്നാൽ ഈ പെൺകുട്ടി എന്താ പറയുന്നതെന്ന് അറിയാമോ? ഹീറോയിൻ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഇവിടെ ഇല്ല, അങ്ങനെ ആരും ഇവിടെ ഇല്ല എന്ന്. ഇത് പറയുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സീനിയർ പെൺകുട്ടിക്ക്. എന്തിനാടി നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ ഞാൻ നോക്കിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ പാവപ്പെട്ട പെൺകുട്ടി അടുത്തോട്ട് വന്നിട്ട് അവളടുത്ത് പറയും, ഞാൻ ഈ ദിവസത്തിനായിട്ട് നോക്കി നിന്നതാണ്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. പാവപ്പെട്ട പെൺകുട്ടി ഹീറോയിൻ അറിയാതെ ആദ്യം തന്നെ അവളുടെ ബാഗ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഹീറോയിന്റെ പിന്നാലെ പ്രേതം ഉണ്ടെന്ന്. അതുമല്ല, ഹീറോയിനോട് അന്ന് ലൈറ്റ് ഹൗസിൽ വെച്ച് ഈ പെൺകുട്ടീനെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഹീറോയിന്റെ ഭാഗം ചേർന്നിട്ട് അവളോട് പറഞ്ഞില്ലേ, നീ അവളെ കൊന്നേക്ക്, എനിക്കും അത് തന്നെയാണ് ആഗ്രഹമെന്ന്. ഈ പാവപ്പെട്ട പെൺകുട്ടി ഇവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഒരു വില്ലത്തിയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ബാക്കിയുള്ള പെൺകുട്ടികളും ഒന്നും മിണ്ടുന്നില്ല. അവരും പാവപ്പെട്ട പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യാണ്. ഹീറോയിൻ ഒന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഇവിടെ ഇല്ലാന്ന്, എല്ലാം ചെയ്തത് ഈ പെൺകുട്ടിയാണെന്ന്, അതായത് സീനിയർ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡ്സ് എവളാണ് കുറ്റവാളി എന്ന് വിചാരിച്ചിട്ട് പിടിച്ചോണ്ട് പോവാണ്. ഇനി കുറെ നാളത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നല്ല പ്രായമായതിനു ശേഷമേ പുറത്തിറങ്ങാൻ പറ്റൂ. അവളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ. എന്തായാലും ഇവരെല്ലാരും പോണേന് മുമ്പ് പാവപ്പെട്ട പെൺകുട്ടി ഹീറോയിന്റെ പാവ കണ്ടെത്തുന്നുണ്ട്. കടൽ തീരത്ത് കിടക്കാണ്. അതിനൊന്ന് മണലിൽ ചവിട്ടി താഴ്ത്തുന്നുണ്ട്. പിന്നീട് വെള്ളം ഇങ്ങനെ അടിക്കുമ്പോൾ അത് മണലിനകത്തോട്ട് താന്ന് പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഹോസ്റ്റ് എന്ന് പറയുന്ന മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലായിരുന്നോ? ഇനി ഇത് കണക്കത്തെ ഒരുപാട് പ്രേതപ്പടങ്ങളുണ്ട്, എല്ലാം ചെയ്യാം. എനിക്കും പ്രേതപ്പടങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. സമയം കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് പ്രേതപ്പടങ്ങൾ ചെയ്യാം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. എന്നാൽ പിന്നെ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.